ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. ഒരു കുറഞ്ഞ 2 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മീൻകറി എങ്ങനെ നമുക്ക് ചെറിയ സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിനാവശ്യമായിട്ട് 2 അയല മീനാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതിനാവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി ഒരു 7 എണ്ണം, ചെറിയൊരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി, 2 പച്ചമുളക്, വെളുത്തുള്ളി. ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക, അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം ഒരു തക്കാളി അതിലിട്ട് തക്കാളി ഒരു 2 മിനിറ്റാണ് നമ്മളിതിൽ വേവിക്കുന്നത്. അതിനുശേഷം നമ്മളത് മാറ്റി വെക്കുന്നുണ്ട്, തണുക്കാൻ വേണ്ടിയാണ് വെക്കുന്നത്. എന്നിട്ട് അതേ ഓയിലിൽ തന്നെ നമ്മൾ നേരത്തെ പൊളിച്ച് വെച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്, ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ. അതിനുശേഷം നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് തണുക്കാൻ വേണ്ടി വെക്കുന്നത്. തക്കാളി ചെറുതായിട്ട് അരിയും കൂടി വെക്കുന്നതായിട്ട് കട്ട് ചെയ്ത് കൂടിയാണ് വെക്കുന്നത്. ഇതിനുശേഷം നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതേ ചട്ടിയിൽ തന്നെ നമ്മൾ ടീസ്പൂണോളം ഉലുവ ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയതും നേരത്തെ പൊളിച്ചു വെച്ച വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ പച്ചമണം മാറുന്നതുവരെ. പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തക്കാളിയും ചെറിയ ഉള്ളിയും കൂടി പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് വെച്ച ഉള്ളിയും തക്കാളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പച്ചമണം എല്ലാം ഇതിനകത്ത് മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മസാല ഐറ്റംസൊക്കെയാണ്. അതിൽ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ 1.5 ടീസ്പൂണോളം മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് ഫിഷ് മസാലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഫിഷ് മസാല ഓപ്ഷനാണ്, വേണമെന്നുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി. നല്ല മണം കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഫിഷ് മസാലയും കൂടി ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നത് കൊടംപുളിയാണ്. കൊടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പച്ചമണമൊക്കെ മാറി മസാല ഒന്ന് പരുവമായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് 1.5 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ട് തിളപ്പിക്കണം. ആ കൂട്ടത്തിൽ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കൊടംപുളിയും കൂടി വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളവും നമുക്ക് ആവശ്യത്തിന് ഗ്രേവി വേണ്ടവർക്ക് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എനിക്ക് അത്യാവശ്യം നല്ല ഗ്രേവി ഇവിടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 2 ഗ്ലാസോളം വെള്ളം ചേർത്ത് തിളപ്പിക്കുന്നത്. ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ മീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് തിളപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇത് സിമ്മ മോഡിലാക്കിയിട്ട് നല്ല തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. എന്താ അടച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പാകത്തിന് വേവിച്ചെടുക്കാം. ഇപ്പം ഏകദേശം മീൻകറി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഗ്രേവി കുറച്ച് മതി എന്നുള്ളവർക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാവേ. എനിക്ക് ഞാനിതിലേക്ക് അത്യാവശ്യം ഗ്രേവിയോട് കൂടി തന്നെ തീ ഓഫ് ചെയ്യാണ്. ഇപ്പം നല്ല സൂപ്പർ കേരള സ്റ്റൈലിലുള്ള മീൻകറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. മീൻകറി റെഡിയായി കഴിഞ്ഞു. സ്വാദിഷ്ടമായ മീൻകറി കഴിക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.